മണി ബി ഡയറീസിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസിനെയും ഡിസഡ്വാൻറ്റേജസിനെയും പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ലിവറേജ്, കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച്, അതായത് ഭീമമായ തുക മുടക്കാതെ തന്നെ വലിയ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നതാണ് പ്രധാന നേട്ടം. ലിവറേജ് കിട്ടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓപ്ഷൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത ലിവറേജ് തന്നെയാണ്. ഓഹരികളുടെ മുഴുവൻ വിലയും മുടക്കാതെ തന്നെ ട്രേഡ് ചെയ്ത് വലിയ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നു. ഹെഡ്ജിങ്, മാർക്കറ്റിലുണ്ടാകുന്ന ഓഹരിയുടെ വിലയിലുള്ള വ്യതിയാനങ്ങളിൽ നിന്നും ട്രേഡേഴ്സിനെ സംരക്ഷിക്കുന്ന ഹെഡ്ജിങ് സംവിധാനമാണ് മറ്റൊരു പ്രത്യേകത. ഇതുമൂലം വളരെ വലിയ വിലയിടിവിൽ നിന്നുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ ഓപ്ഷന് കഴിയുന്നു. ഇൻകം, നമ്മുടെ പക്കലുള്ള ഓഹരികൾ വാങ്ങുന്നതിനുള്ള അവകാശം മറ്റൊരാൾക്ക് വിൽക്കുന്നത് വഴി നമുക്ക് ഓപ്ഷനിലൂടെ ഒരു ഡിവിഡൻഡ് എന്ന നിലയിലുള്ള പ്രീമിയം ലഭിക്കുന്നു. എന്നാൽ ഓരോ ഓപ്ഷൻ വിൽക്കുമ്പോൾ ഓഹരി വില നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വ്യതിചലിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന നഷ്ടം അപരിതമാകിയാൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. റിസ്ക് ഇസ് ലിമിറ്റഡ്, നഷ്ടം പരിമിതപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഓപ്ഷനിൽ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നഷ്ടത്തിലേക്കുള്ള വീഴ്ച മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉയർന്ന സാധ്യതയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഹയർ പൊട്ടൻഷ്യൽ റിട്ടേൺസ്, ചെറിയ തുക മുടക്കുകയും ഒരേ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ വലിയ കണക്കുകൂട്ടലിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഓപ്ഷൻ ഉയർന്ന നിരക്കിലുള്ള ലാഭം ഉറപ്പുവരുത്തുന്നു. ഓപ്പർച്യൂണിറ്റി, കറൻസി, പലിശ നിരക്ക്, സൂചികകൾ, ഓഹരികൾ തുടങ്ങിയവയിൽ വളരെ വിപുലമായ ഓപ്ഷൻസ് ലഭ്യമാണ്. ഇതെല്ലാ സമയവും ഓപ്ഷൻ ട്രേഡിങ്ങിന് വിശാലമായ അവസരങ്ങൾ ഒരുക്കുന്നു. ലിക്വിഡിറ്റി, ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലും നടക്കുന്നതിനാൽ നിങ്ങളുടെ പണം അധിക കാലത്തേക്ക് തടയപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഏത് സമയം പുനർനിക്ഷേപം ചെയ്യാനും കൂടുതൽ ലാഭമുണ്ടാക്കാനും ഓപ്ഷനിൽ അവസരമുണ്ട്. ഇനി ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ലെവൽസ് ഓഫ് റിസ്ക്, ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ഹോൾഡർ അല്ലെങ്കിൽ റൈറ്റർ എന്ന നിലയിൽ രണ്ട് രീതിയിലുള്ള അപകട സാധ്യതകളുണ്ട്. ഒരു ഹോൾഡർ എന്ന നിലയിൽ ഓപ്ഷനിൽ മുടക്കിയ മുഴുവൻ തുകയും നഷ്ടപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. ഓപ്ഷന് എക്സ്പയറി സമയത്ത് വിലയില്ലാതായാൽ മുടക്കുമുതൽ മുഴുവൻ നഷ്ടപ്പെടും. എന്നാൽ ഒരു റൈറ്റർ എന്ന നിലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം അപരിതമാണ്. അതായത് നഷ്ടം കുറയ്ക്കാനുള്ള മുൻകരുതൽ എടുത്തില്ലെങ്കിൽ ഭീമമായ നഷ്ടമുണ്ടാകും. ഇൻട്രിൻസിക് വാല്യൂ, ഒരു ഓഹരി വാങ്ങുന്നതിന് അതിൻ്റെ അന്തർലീന മൂല്യം മുഴുവൻ നൽകണം. എന്നാൽ ഓപ്ഷൻ്റെ കാര്യം വ്യത്യസ്തമാണ്. അറ്റ് ദ മണിയിലോ ഇൻ ദ മണിയിലോ നിൽക്കുന്ന ഓപ്ഷന് ഒരു അന്തർലീന മൂല്യം ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെ ടൈം വാല്യൂ എക്സ്പയറി ഡേറ്റ് അടുക്കുംതോറും കുറഞ്ഞുകൊണ്ടിരിക്കും. ടൈം ഡീക്കേ, ഓപ്ഷന് മാത്രമുള്ളൊരു അപകടമാണ് ടൈം ഡീക്കേ. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അടുക്കുംതോറും വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഓപ്ഷൻ എക്സ്പയറി ഡേറ്റ് അടുക്കുമ്പോൾ ഇൻ ദ മണിയിലല്ലെങ്കിൽ അതിന് വിലയുണ്ടാവില്ല. ഓപ്ഷൻ കോൺട്രാക്റ്റ് കാലയളവിനുള്ളിൽ അന്തർലീനമായ ഓഹരി വിലയിൽ അപ്രതീക്ഷിതമായ ഒരു വ്യതിയാനമുണ്ടായാൽ ട്രേഡർക്ക് മുടക്കുമുതൽ മുഴുവൻ നഷ്ടപ്പെടും. ദീർഘകാല നിക്ഷേപത്തിൽ എന്ന പോലെ അനുകൂലമായ ഒരു മാറ്റത്തിനെ കാത്തിരിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് ഓപ്ഷനെ വേസ്റ്റിംഗ് അസറ്റ് എന്നറിയപ്പെടുന്നു. ടാക്സസ്, ഓപ്ഷനിൽ നിക്ഷേപിക്കുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു വസ്തുത ട്രേഡിൽ ചുമത്താവുന്ന നികുതികളാണ്. ഓപ്ഷൻ ഹ്രസ്വകാല നിക്ഷേപങ്ങളാകയാൽ ദീർഘകാല നിക്ഷേപങ്ങളിലുള്ള നികുതിയേക്കാൾ വ്യത്യസ്തമാണ്. ഓപ്ഷനിലുണ്ടാകുന്ന നഷ്ടം മറ്റു നിക്ഷേപങ്ങളിലുള്ള നികുതി കുറയ്ക്കാൻ സഹായകരമാകും. ട്രേഡിങ്ങിലുള്ള നികുതി സംബന്ധമായ സംശയങ്ങൾക്ക് ഒരു ടാക്സ് അഡ്വൈസറിനെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും. ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.